ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അസ്യൂംഡ് ആവറേജ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണുക എന്നുള്ളത് പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വൽ ആവറേജ് മീൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണുക എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ യൂസിങ് ആക്ച്വൽ മീൻ. ആക്ച്വൽ മീൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആക്ച്വൽ മീൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക എന്ന് നോക്കാം. ആർ ഈക്വൽ ടു, അതായത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ ഡി വൈ സ്ക്വയർ. ഇതാണ് നമുക്ക് ആക്ച്വൽ മീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണുന്നതെങ്കിൽ വരുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ അല്ലാതെ വേറൊരു ഇക്വേഷൻ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. എൻ സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സിഗ്മ ഡി വൈ സ്ക്വയർ. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് ആക്ച്വൽ മീൻ ഉപയോഗിച്ചുകൊണ്ട് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണുക എന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്തുകൊണ്ട് നോക്കാം. Question: Find the coefficient of correlation from the following data. എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട് 12, 20, 15, 22, 18, 24, 20, 12, 15, 22. വൈൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട് 30, 35, 28, 36, 29, 39, 30, 25, 30, 38. രണ്ട് വേരിയബിൾസിൻ്റെയും എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മളോട് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂംഡ് ആവറേജ് മീൻ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ആക്ച്വൽ മീൻ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അസ്യൂംഡ് ആവറേജ് മീനിലെ നമ്മൾ തോന്നുന്നൊരു വാല്യൂ നമ്മൾ മീനായിട്ട് അങ്ങ് എടുക്കലായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ആക്ച്വൽ മീൻ കണ്ടെത്തിയിട്ട് ആ ആക്ച്വൽ മീൻ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആക്ച്വൽ മീൻ കാണുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? ആക്ച്വൽ മീൻ എങ്ങനെ കാണാം? എക്സിൻ്റെ ആക്ച്വൽ മീൻ ആണെങ്കിൽ സിഗ്മ എക്സ് ബൈ എൻ, അതായത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? എക്സിൻ്റെ ടോട്ടൽ വാല്യൂ. അപ്പോൾ ടോട്ടൽ വാല്യൂ ടോട്ടൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. പിന്നെ എൻ എന്ന് വെച്ചാൽ എത്രയാ? എത്ര നമ്പർ ഓഫ് പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്? 10 ആണ്. അപ്പോൾ സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറഞ്ഞിട്ട് 180/10, അതായത് 18 ആയിരിക്കും എക്സ് ബാർ അല്ലെങ്കിൽ ആക്ച്വൽ മീൻ. എക്സിൻ്റെ ആക്ച്വൽ മീൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 18 ആയിരിക്കും. അതേപോലെ തന്നെ വൈ നോക്കുക. അപ്പോൾ വൈ ബാർ ഈക്വൽ ടു സിഗ്മ വൈ ബൈ എൻ. സിഗ്മ വൈ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ ചെയ്താൽ 320 ആണ്. അപ്പോൾ 320/10 ഈക്വൽ ടു 32 ആയിരിക്കും വൈ ബാർ കിട്ടുക. അപ്പോൾ എക്സിൻ്റെ ആക്ച്വൽ മീന് 18 കിട്ടി, വൈൻ്റെ ആക്ച്വൽ മീന് 32 കിട്ടി. അപ്പോൾ എക്സ് ബാറും കിട്ടി, വൈ ബാറും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡി എക്സ് കാണണം, ഡി വൈ കാണണം, ഡി എക്സ് ഡി വൈ കാണണം, ഡി എക്സിൻ്റെ സ്ക്വയർ കാണണം, ഡി വൈൻ്റെ സ്ക്വയർ കാണണം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് വൈൻ്റെ വാല്യൂസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യുക? ഡി എക്സ് കോണം റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അപ്പോൾ എക്സ് ബാർ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്? 18 ആണ്. അപ്പോൾ ഓരോ വാല്യൂസിൽ നിന്നും, ഓരോ എക്സ് വാല്യൂസിൽ നിന്നും 18 കുറക്കണം. അപ്പോൾ 12 മൈനസ് 18 മൈനസ് 6 അങ്ങനെ കുറച്ച് വരിക. അപ്പോൾ ഡി എക്സ് കോളത്തിൽ -6 + 2 -3 + 4 0 +6 +2 -6 -3 +4. അപ്പോൾ ഡി എക്സ് ടോട്ടൽ ചെയ്താൽ നമുക്ക് 0 ആണ് കിട്ടുക. അതായത് ഡി എക്സ് കോളത്തിൽ +18 ഉണ്ട്, അതേപോലെ തന്നെ -18 ഉണ്ട്. അപ്പോൾ രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് വരിക. അപ്പോൾ ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഡി വൈ കോളം നോക്കുക. ഡി വൈ കോളത്തിൽ എങ്ങനെയാണ് വരിക? വൈ മൈനസ് വൈ ബാർ ആണ്. വൈ ബാർ എത്ര? ഇവിടെ 32 ആണ്. അപ്പോൾ 30 നിന്ന് 32 കുറക്കുക. അപ്പോൾ -2 അങ്ങനെ താഴോട്ട് വരിക. അപ്പോൾ -2 3 -4 4 -3 7 -2 -7 -2 +6. അപ്പോൾ ടോട്ടൽ ചെയ്താൽ നമുക്ക് ഡി വൈ കോളത്തിൽ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. അപ്പോൾ ഡി എക്സിലും 0 ആണ് കിട്ടിയിട്ടുള്ളത്, ഡി വൈയിലും 0 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡി എക്സ് ഡി വൈ കോളം കാണണം. അപ്പോൾ ഡി എക്സ് ഡി വൈ എന്ന് വെച്ചാൽ എന്താണ്? ഡി എക്സ് ഇൻറ്റു ഡി വൈ. അപ്പോൾ -6 ഇൻറ്റു -2. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടും. അതേപോലെ താഴോട്ട് വരിക. അപ്പോൾ +2 ഇൻറ്റു +3 അപ്പോൾ 6 അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ 12 6 12 16 0 42 -4 42 6 24. അപ്പോൾ ടോട്ടൽ ചെയ്താൽ ഡി എക്സ് ഡി വൈ കോളത്തിൽ നമുക്ക് 156 കിട്ടും. അപ്പോൾ ഡി എക്സ് ഡി വൈ കോളം സിഗ്മ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞിട്ട് 156 കിട്ടി. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം? ഡി എക്സിൻ്റെ സ്ക്വയർ കാണണം. അപ്പോൾ ഡി എക്സിൻ്റെ സ്ക്വയർ എങ്ങനെയാണ് വരിക? 6ൻ്റെ സ്ക്വയർ അങ്ങനെയാണ്. അപ്പോൾ -6ൻ്റെ സ്ക്വയർ 36.
പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 അങ്ങനെ താഴോട്ട് വരും. 36 4 9 16 0 36 4 36 9 16. അപ്പോൾ സിഗ്മ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 166. അപ്പോൾ ഡി എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 166 കിട്ടും. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഡി വൈ സ്ക്വയർ കാണും. ഡി വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ -2ൻ്റെ സ്ക്വയർ 4 അങ്ങനെ താഴോട്ട് വരും. 4 9 16 16 9 49 4 49 4 36. അപ്പോൾ സിഗ്മ ഡി വൈ സ്ക്വയർ എന്ന് പറയുന്നത് 196 കിട്ടും. അപ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് 0 കിട്ടി, ഡി വൈ എന്ന് പറയുന്നത് 0 കിട്ടി, ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് 156 കിട്ടി, ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 166 കിട്ടി, ഡി വൈ സ്ക്വയർ എന്ന് പറയുന്നത് 196 കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ആർ ഈക്വൽ ടു സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ ഡി വൈ സ്ക്വയർ. സിഗ്മ ഡി എക്സ് ഡി വൈ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 156 ആണ്. സിഗ്മ ഡി എക്സ് സ്ക്വയർ എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 166 ആണ്. സിഗ്മ ഡി വൈ സ്ക്വയർ 196 ആണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാം. 156 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 166 ഇൻറ്റു റൂട്ട് ഓഫ് 196. അപ്പോൾ ഈക്വൽ ടു 156 ഡിവൈഡഡ് ബൈ റൂട്ട് 166 എന്ന് പറയുന്നത് 12.88 ആണ് കിട്ടുക. റൂട്ട് 196 എന്ന് പറയുന്നത് 14. അപ്പോൾ 156 ഡിവൈഡഡ് ബൈ 12.88 ഇൻറ്റു 14. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 156 ഡിവൈഡഡ് ബൈ 180.32 ആണ് കിട്ടുക. അപ്പോൾ 156 ഡിവൈഡഡ് ബൈ 180.32 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.87 ആയിരിക്കും. അപ്പോൾ 0.87 ആയിരിക്കും നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ മാത്രമല്ലാതെ വേറൊരു ഇക്വേഷൻ കൂടി ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആ ഇക്വേഷൻ എന്തായിരുന്നു, ആർ ഈക്വൽ ടു എൻ സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സിഗ്മ ഡി വൈ സ്ക്വയർ. നമ്മൾ ചെയ്തതിൽ നിന്ന് അവിടെ ഒരു n വരുന്നുണ്ട് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വരിക, 10 × 156 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 10 × 166 ഇൻറ്റു റൂട്ട് ഓഫ് 10 × 196. അപ്പോൾ 10 × 156 എന്ന് പറയുമ്പോൾ 1560. പിന്നെ 1560 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1660 ഇൻറ്റു റൂട്ട് ഓഫ് 1960. 1560 ഡിവൈഡഡ് ബൈ റൂട്ട് 1660 എന്ന് പറയുന്നത് 40.74 ആണ് കിട്ടുക. റൂട്ട് 1960 എന്ന് പറയുന്നത് 44.27 ആണ് കിട്ടുക. അപ്പോൾ 40.74 ഇൻറ്റു 44.27 ചെയ്ത് കഴിഞ്ഞാൽ 1803.55 ആണ് കിട്ടുക. അപ്പോൾ 1560 ഡിവൈഡഡ് ബൈ 1803.55 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.865 ആയിരിക്കും. അത് നമുക്ക് 0.865 എന്നുള്ളത് 0.87 ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 0.87 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ വെച്ച് ചെയ്താലും ഏത് ഇക്വേഷൻ വെച്ച് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം, ഈ ഒരേ ആൻസർ ആയിരിക്കണം. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഹാസ് എ വെൽ ഡിഫൈൻഡ് ഫോർമുല. അതായത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിന് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമുല ഉണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈസ് എ പ്യുവർ നമ്പർ. കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൽ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് എന്താണ്, പ്യുവർ നമ്പർ ആണ് അല്ലേ. നെക്സ്റ്റ്, ഇറ്റ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. ഈ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൽ നിന്ന് കിട്ടുന്ന ആൻസർ തീർച്ചയായിട്ടും എന്തായിരിക്കണം, -1നും +1നും ഇടയിലായിരിക്കണം. -1നും +1നും ഇടയിലല്ല, അഥവാ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്, +2 ആണ്, അല്ലെങ്കിൽ +3 ആണ്, +5 ആണ്. അതൊരിക്കലും നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൽ വരുന്ന ആൻസർ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് -1നും +1നും കൂടുതലായിട്ട് ഏതെങ്കിലും വാല്യൂ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് മനസ്സിലാക്കുക, അത് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ തെറ്റാണ്. ഒരിക്കലും കോറിലേഷൻ കോഎഫിഷ്യൻ്റ് -1നും +1നും മേലെ വരില്ല, അതിനിടക്ക് മാത്രമേ വരുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെഫറൻസ് ടു ചേഞ്ച് ഓഫ് ഒറിജിൻ ഓർ ചേഞ്ച് ഓഫ് സ്കെയിൽ. ഒറിജിനും സ്കെയിലും അതേപോലെ തന്നെ ഇക്വേഷൻസ് ഒക്കെ മാറിയാലും ഒരിക്കലും കോറിലേഷൻ കോഎഫിഷ്യൻ്റ് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് മാറ്റി ചെയ്താലും നമുക്ക് എന്ത് വരില്ല, കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൽ മാറ്റം വരില്ല. ഒറിജിനും സ്കെയിലൊക്കെ മാറിയാലും ഒരിക്കലും കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൽ മാറ്റം വരില്ല. നെക്സ്റ്റ്, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈ സെയിം ആസ് ദാറ്റ് ബിറ്റ്വീൻ വൈ ആൻഡ് എക്സ്. അതായത് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണുമ്പോൾ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ചെയ്താലും വൈ ആൻഡ് എക്സ് ചെയ്താലും രണ്ടും കിട്ടുന്ന ആൻസർ, കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നമ്മൾ എക്സിൻ്റെ വൈൻ്റെ പഠിച്ചാലും വൈൻ്റെ എക്സിൻ്റെ പഠിച്ചാലും കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആയിരിക്കും. നെക്സ്റ്റ്, പ്രോബബിൾ എറർ.
Probable error of the coefficient of correlation is a statistical measure which measures reliability and dependability of the value of coefficient of correlation. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ വാല്യൂവിൻ്റെ ഡിപ്പെൻഡബിലിറ്റി റിലയബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് ഈ പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും, ആർ എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ കിട്ടും. ആ കിട്ടുന്ന വാല്യൂ എത്രത്തോളം ഡിപ്പെൻഡബിൾ ആണ് അല്ലെങ്കിൽ റിലയബിൾ ആണ്, അതായത് എത്രത്തോളം നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്ന വാല്യൂ ആണ്, അതേപോലെ തന്നെ എത്രത്തോളം അത് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്, എത്രത്തോളം അത് ആക്യുറേറ്റ് ആണ്, എത്രത്തോളം അത് കറക്റ്റ് ആണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് ഈ പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. പ്രോബബിൾ എറർ ഈക്വൽ ടു 0.6745 ഇൻറ്റു 1 - r സ്ക്വയർ ഡിവൈഡഡ് ബൈ √n. ഇവിടെ r എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്, n എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് പെയർസ് ഓഫ് ഒബ്സർവേഷൻ ആണ്. പിന്നെ സ്റ്റാൻഡേർഡ് എറർ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ചോദിക്കുകയാണെങ്കിൽ കാണുന്ന ഇക്വേഷൻ ആണ് 1 - r സ്ക്വയർ ഡിവൈഡഡ് ബൈ √n. പ്രോബബിൾ എറർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. If r equal to 0.6 and n equal to 64, find probable error and standard error. ഇവിടെ r എന്ന് പറഞ്ഞിട്ട് 0.6 തരുന്നുണ്ട്, അതായത് r എന്ന് പറഞ്ഞാൽ എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ 0.6 തന്നിട്ടുണ്ട്, n 64 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കാണാൻ പറയുന്നത്, പ്രോബബിൾ എററും സ്റ്റാൻഡേർഡ് എററുമാണ് കാണാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെ കാണാം, r ഈക്വൽ ടു 0.6 എന്ന് എടുത്ത് എഴുതാം, n ഈക്വൽ ടു എത്രയാണ് 64. ഇനി നമ്മൾ പ്രോബബിൾ എറർ കാണാൻ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ നോക്കാം. 0.6745 ഇൻറ്റു 1 - r സ്ക്വയർ ഡിവൈഡഡ് ബൈ √n. 0.6745 ഇൻറ്റു 1 - r എന്ന് വെച്ചാൽ എത്രയാണ്, 0.6 ആണ്. 0.6ൻ്റെ സ്ക്വയർ എത്രയാണ്, 0.36 ആണ്. അപ്പോൾ 0.6745 ഇൻറ്റു 1 - 0.36 ഡിവൈഡഡ് ബൈ റൂട്ട് എത്രയാ, 64. അപ്പോൾ 0.6745 ഇൻറ്റു 1 - 0.36 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.64 ആണ് കിട്ടുക. ഡിവൈഡഡ് ബൈ √64 എത്രയാണ് കിട്ടുക, 8 ആണ്. അപ്പോൾ 0.6745 ഇൻറ്റു 0.64 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.054 ആയിരിക്കും നമുക്ക് പ്രോബബിൾ എറർ ആയിട്ട് കിട്ടുന്ന ആൻസർ. അപ്പോൾ പ്രോബബിൾ എറർ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ എന്ത് കാണാൻ പറയുന്നുണ്ട്, സ്റ്റാൻഡേർഡ് എററും കാണാൻ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് എററിൻ്റെ ഇക്വേഷൻ എന്താണ്, 1 - r സ്ക്വയർ ഡിവൈഡഡ് ബൈ √n, അതായത് 1 - 0.36 ഡിവൈഡഡ് ബൈ √64. 1 - 0.36 എന്ന് വെച്ചാൽ എത്രയാണ്, 0.64 ആണ്. ഡിവൈഡഡ് ബൈ √64 എന്ന് വെച്ചാൽ 8 ആണ്. അപ്പോൾ 0.64 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക, 0.08 ആയിരിക്കും നമുക്ക് സ്റ്റാൻഡേർഡ് എറർ ആയിട്ട് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്റർപ്രിറ്റേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഓൺ ദി ബേസിസ് ഓഫ് പ്രോബബിൾ എറർ. പ്രോബബിൾ എറർ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. 3 കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തത്, ഇഫ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് ലെസ് ദാൻ ഇറ്റ്സ് പ്രോബബിൾ എറർ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സിഗ്നിഫിക്കൻറ്റ്. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിൽ കിട്ടുന്ന വാല്യൂ പ്രോബബിൾ എററിനേക്കാൾ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവിടെ നമുക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്, അതായത് കാര്യമായിട്ടുള്ള ഡിഫറൻസുകളുണ്ട്. അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല, അവിടെ എറേഴ്സ് ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇഫ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് മോർ ദാൻ 6 ടൈംസ് ഇറ്റ്സ് പ്രോബബിൾ എറർ ഇറ്റ്സ് സിഗ്നിഫിക്കൻറ്റ്. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ പ്രോബബിൾ എററിനേക്കാൾ കൂടുതലാണ്, പക്ഷേ എന്താണ്, ആ പ്രോബബിൾ എററിനേക്കാൾ 6 മടങ്ങ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് പറയാം, നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ കോറിലേറ്റഡ് ആണ്, ആൻസർ ശരിയാണ്, കറക്റ്റ് ആണ്, വിശ്വസിക്കാൻ പറ്റുന്നതാണ്, സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒന്നുകൂടി പറയാം, കോറിലേഷൻ കോഎഫിഷ്യൻറ്റിന് കിട്ടിയിട്ടുള്ള ആൻസർ പ്രോബബിൾ എററിനേക്കാൾ കൂടുതലാണ്. എത്ര തവണ കൂടുതലാവണം, 6 മടങ്ങ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ നമുക്ക് കറക്റ്റ് ആണ് അല്ലെങ്കിൽ കോറിലേറ്റഡ് ആണ് എന്ന് പറയാം. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇഫ് ദി പ്രോബബിൾ എറർ ഈസ് നോട്ട് മച്ച് ആൻഡ് ഇഫ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് 0.5 or more it is generally considered to be significant. ഇവിടെ പ്രോബബിൾ എറർ തീരെയില്ല, കുറവാണ്, പക്ഷേ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്താണ്, 0.5നേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറയാം, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, അത് നമുക്ക് ഡിപ്പെൻഡബിൾ ആണ്, റിലയബിൾ ആണ്, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 3 കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ
പ്രോബബിൾ എററിനേക്കാൾ കുറവാണെങ്കിൽ നമുക്കത് എറർ ഉണ്ട് എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തേത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ പ്രോബബിൾ എററിനേക്കാൾ കൂടുതലാണ്, പക്ഷെ അത് 6 മടങ്ങ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറയാം, അത് കറക്റ്റാണ്, നമുക്ക് എററൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് പ്രോബബിൾ എറർ കുറവാണ്, തീരെ ഇല്ല. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്താണ്, 0.5 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, അവിടെ നമുക്ക് ആക്യുറേറ്റ് ആണ് എന്ന് പറയാം. ഇവിടെ നിങ്ങൾക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഈ ചോദ്യം നിങ്ങളെ നന്നായിട്ട് നോക്കിയിട്ട് ഇത് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമൊന്നുമല്ല. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഇഷ്യൂ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലമാണ്. ഇവിടെ എന്ത് ചെയ്യണം, ആദ്യം പ്രോബബിൾ എററാണ് കാണാൻ പറയുന്നത്. പക്ഷേ പ്രോബബിൾ എറർ കാണണമെങ്കിൽ ഫസ്റ്റ് ആദ്യം എന്ത് കാണണം, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണണം. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും കാണണം, പ്രോബബിൾ എററും കാണണം. അപ്പോൾ എങ്ങനെയാണ്, അതേത് ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ അയച്ചു തരിക. എന്തെങ്കിലും ഡൗട്ടുകൾ, എന്തെങ്കിലും ക്ലിയർ ആവാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഈ പ്രോബ്ലവും നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലംസിൻ്റെ മോഡൽ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കാൻ പറയുന്നത്. ഒന്ന് ഡെൻസിറ്റി ഓഫ് ദി പോപ്പുലേഷനും പിന്നെ ഡെത്ത് റേറ്റും. അപ്പോൾ ഇവിടെ 3 ഐറ്റംസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡെൻസിറ്റി എങ്ങനെയാണ് കാണേണ്ടതെന്ന് നിങ്ങൾക്ക് സൊല്യൂഷനായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്താലാണ് നമുക്ക് ഡെൻസിറ്റി കിട്ടുക. പിന്നെ ഡെത്ത് റേറ്റ് കിട്ടുക എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ പോപ്പുലേഷനാണ്. അപ്പോൾ ഇത് എല്ലാവരും സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അഥവാ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നുകയാണെങ്കിൽ, ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്നോട് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എടുക്കും. അതിൻ്റേതായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. നമുക്ക് പ്രോബ്ലംസ് പറഞ്ഞു തരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രോബ്ലംസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അഥവാ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാം. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ക്ലാസ് കാണുകയും നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ, പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം.